ഒന്നാമത്തെ ചോദ്യം, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ കേശബ് ചന്ദ്ര സെൻ, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി വീരേശലിംഗം, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ശരിയുത്തരം ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജി, ഓപ്ഷൻ ബി ഫിറോസ് ഷാ മേത്ത, ഓപ്ഷൻ സി ദീനബന്ധു മിത്ര, ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ. ശരിയുത്തരം ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ ഇ വി രാമസ്വാമി നായ്ക്കർ, ഓപ്ഷൻ ബി ആത്മാറാം പാണ്ഡുരംഗ്, ഓപ്ഷൻ സി ജ്യോതിബ ഫുലെ, ഓപ്ഷൻ ഡി ആനി ബസന്റ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആത്മാറാം പാണ്ഡുരംഗ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, നാവിക കലാപം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബംഗാൾ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ബോംബെ, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ശരിയുത്തരം ഓപ്ഷൻ സി ബോംബെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർദാർ പട്ടേൽ, ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? ശരിയുത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി അയർലൻഡ്. ശരിയുത്തരം ഓപ്ഷൻ എ അമേരിക്ക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 32-ാം ഭേദഗതി, ഓപ്ഷൻ ബി 44-ാം ഭേദഗതി, ഓപ്ഷൻ സി 42-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 52-ാം ഭേദഗതി. ശരിയുത്തരം ഓപ്ഷൻ സി 42-ാം ഭേദഗതി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം തേടുന്നതിനുള്ള അവകാശം, ഓപ്ഷൻ ഡി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ബാലവേലയും അടിമത്തവും നിരോധിച്ചിരിക്കുന്നത് ഏത് മൗലിക അവകാശ പ്രകാരമാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? എ മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ ബി മൗലിക കടമകൾ, ഓപ്ഷൻ സി ഇവയൊന്നുമല്ല, ഓപ്ഷൻ ഡി മാർഗനിർദ്ദേശക തത്വങ്ങൾ. ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ശരിയുത്തരം ഓപ്ഷൻ ഡി മാർഗനിർദ്ദേശക തത്വങ്ങൾ. പത്താമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഓപ്ഷൻ എ ഭാഗം 5A, ഓപ്ഷൻ ബി ഭാഗം 4A, ഓപ്ഷൻ സി ഭാഗം 3, ഓപ്ഷൻ ഡി ഭാഗം 9A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ശരിയുത്തരം ഓപ്ഷൻ ബി ഭാഗം 4A.